മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഷാദുലി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ യാത്ര ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്ങര ഷെയ്ഖ് പള്ളിക്ക് സമീപമാണ് ഷാദുലി മഖാമുള്ളത്. ഞാൻ ഇടിയങ്ങരയിലെത്തി. ഇതാണ് ഷാദുലി പള്ളി. തൊട്ടടുത്ത് തന്നെ ഷാദുലി മഖാമും കാണാം. ഷാദുലി പള്ളി ഇന്ന് വഹാബികളുടെ കയ്യിലാണ്. മുസ്ലിം ലീഗിൻ്റെ CH മുഹമ്മദ് കോയ സാഹിബ് കേരള മുഖ്യമന്ത്രിയായ ചുരുങ്ങിയ കാലയളവിൽ കോഴിക്കോട് സിറ്റിയിൽ മാത്രം 10 പള്ളികൾ സുന്നികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഷാദുലി പള്ളി. ഗതകാല സുന്ദര നിമിഷങ്ങളേറെ അയവിറക്കാനുള്ള ഈ പള്ളിയുടെ ഇന്നത്തെ അവസ്ഥയോർക്കുമ്പോൾ മനസ്സിനൊരു വിങ്ങൽ. ഞാൻ മഖാമിലേക്ക് നീങ്ങി. പഴമയുടെ പ്രൗഢിയോടെ നിൽക്കുന്ന ചെറിയൊരു ഓടുമേഞ്ഞ കെട്ടിടം. ഇതിനകത്താണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഷാദുലി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞാൻ മഖാമിനകം വീക്ഷിച്ചു. 540-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ മഖാമിന്. യമനിലെ ഹലർ മൗത്താണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഷാദുലി തങ്ങളുടെ സ്വദേശം. ദീനി പ്രബോധനത്തിനായി ഇന്ത്യയിലെത്തുകയായിരുന്നു. വർഷങ്ങളോളം ഇവിടെ ഈ പള്ളിയിൽ ഇബാദത്തിലും ദീനി ദഅവത്തിലുമായി മഹാനവർകൾ കഴിഞ്ഞുകൂടി. ഷാദുലി ത്വരീഖത്തിൻ്റെ ഷെയ്ഖായ തങ്ങളുടെ പ്രബോധന ഫലമായി ധാരാളം ആളുകൾക്ക് ഹിദായത്തിൻ്റെ മധുരം നുകരാൻ കഴിഞ്ഞിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത കറാമത്തുകൾക്കുടമയാണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഷാദുലി റളിയല്ലാഹു അൻഹു. ഹിജ്റ വർഷം 893 മഹാനായ ഷാദുലി തങ്ങൾ വഫാത്താകുന്നത്. ജീവിതകാലത്തെന്ന പോലെ വഫാത്തിന് ശേഷവും വിശ്വാസി സമൂഹത്തിന് അഭയകേന്ദ്രമാവുകയാണ് ഈ സവിധം. നേർച്ചകൾക്കും സംഭാവനകൾക്കും അത്ഭുത ഫലമാണ് ഈ മഖാമിൽ. അരിയാണ് ഇവിടെ കൂടുതലും നേർച്ച വസ്തുവായി എത്തുന്നത്. ഈ മഖാമിൽ വന്ന് സത്യം ചെയ്താൽ അത് ഫലിക്കുമെന്നാണ് അനുഭവം. പണ്ടൊരാൾ കളവ് പറഞ്ഞുകൊണ്ട് ഈ മഖാമിൽ സത്യം ചെയ്തതിനാൽ അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു അത്രേ. എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ഇവിടെ വന്നു പറഞ്ഞാൽ പരിഹാരം ഉറപ്പാണ്. അള്ളാഹു മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.